നമസ്കാരം. ഒരു മണിക്കൂറിനുള്ളിൽ 160 മുതൽ 180 കിലോമീറ്ററുകൾ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രാ ദൂരത്തെ ഗണ്യമായി കുറയ്ക്കുന്ന പദ്ധതി 5 മണിക്കൂറുകൾ കൊണ്ട് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്നും വടക്കേ അറ്റം വരെ എത്തപ്പെടാനാവും എന്ന പ്രതീക്ഷ നൽകുന്ന വേഗ റെയിൽപാത നിർമ്മാണത്തിനായി പ്രതീക്ഷിക്കുന്നത് 12 വർഷങ്ങൾ. സ്ഥലമേറ്റെടുക്കൽ നൂലാമാലകൾ പരമാവധി കുറച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികൾ. 1-ാം ഘട്ട നിർമ്മാണം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ, 2-ാം ഘട്ടം തൃശൂർ മുതൽ കോഴിക്കോട് വരെ, 3-ാം ഘട്ടം കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ, 4-ാം ഘട്ടം കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ. നിർദ്ദിഷ്ട വേഗ റെയിൽപാത പദ്ധതിയെ പറ്റി പുറത്തു വന്നിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇതെല്ലാം. ഇതേ സമയം തന്നെ RRTS പ്രായോഗികമല്ല, സിമ്പിൾ വേസ്റ്റ് ആണെന്ന വിമർശനം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. ഇത് ഇലക്ഷൻ സ്റ്റണ്ടെന്നും പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് പദ്ധതി വരില്ലെന്നും പ്രഗത്ഭ റെയിൽവേ എഞ്ചിനീയർ ഇ ശ്രീധരൻ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ നിർദ്ദിഷ്ട വേഗ റെയിൽപാത പദ്ധതി എന്താണ് ലക്ഷ്യമാക്കുന്നതെന്നും ഒപ്പം ഇതിനെ എതിർക്കുന്നവർ പറയുന്ന കാരണങ്ങൾ എന്തെല്ലാം എന്നുമാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. RRTS കേരളത്തിൽ വരുമ്പോൾ അതിന്റെ നിർമ്മാണ കാര്യങ്ങളിൽ മാതൃക എന്ന് പറയുന്നത് ഡൽഹി മീററ്റ് മോഡലാണ്. ഡൽഹി അതിന്റെ അയൽ സംസ്ഥാനങ്ങളിലെ പ്രധാന പട്ടണങ്ങളുമായി കണക്ട് ചെയ്യുക എന്ന ഉദ്ദേശം മുൻനിർത്തി ആവിഷ്കരിച്ചിട്ടുള്ളതാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഈ വേഗപാതയുടെ ചുമതല സംയുക്തമായി വഹിക്കുന്നത് ഡൽഹി, ഹരിയാന, UP, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ്. ഇതേ രീതിയിൽ കേരളത്തിൽ നിർമ്മാണം നടത്താനായി ഉദ്ദേശിക്കുന്ന 853 കിലോമീറ്ററുകൾ ദൈർഘ്യം വരുന്ന നിർദ്ദിഷ്ട RRTS പദ്ധതി സംസ്ഥാനത്തിന്റെ പൊതുഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടി ഇത് വ്യാപിപ്പിക്കാനുമുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കൂടിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം. അതിനാൽ തന്നെ റെയിൽവേ പാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കുക എന്നത് വലിയ ടാസ്ക് തന്നെയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നതാണ് മറ്റൊരു വെല്ലുവിളി. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടും സ്ഥലമേറ്റെടുക്കൽ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുമാണ് എലിവേറ്റഡ് വയഡക്ടറുകൾ ഉപയോഗിക്കാനുള്ള തീരുമാനം വരുന്നത്. ട്രെയിനുകളുടെ സഞ്ചാരം എലിവേറ്റഡ് വയഡക്ടറുകൾ വഴി നടത്തുക എന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. സാധാരണ റെയിൽപാതകൾ തറനിരപ്പിലൂടെയാണല്ലോ നിർമ്മാണം നടത്തുന്നത്. പരമ്പരാഗതമായ ഈ രീതിയിലല്ലാതെ ഇതിന് പകരമായി തറനിരപ്പിൽ നിന്നും ഉയരത്തിൽ തൂണുകൾ സ്ഥാപിച്ച ശേഷം അതിനു മുകളിലൂടെ തൂണുകളെ പരസ്പരം ബന്ധിക്കുന്ന തരത്തിൽ പാലങ്ങൾ പണിത് അതിലൂടെ റെയിൽപാതകൾ നിർമ്മിക്കും. കൃത്യമായ ഇടവേളകളിൽ തൂണുകൾ സ്ഥാപിക്കുക, അതിനു മുകളിലൂടെ പാലം നിർമ്മിക്കുക, അതിൽ റെയിൽപാത സജ്ജമാകുക എന്നതാണ് ഇതിലൂടെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ റെയിൽപാതകൾക്കായി വലിയ തോതിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്ന രീതിയാണ് ഇതിലൂടെ ഒഴിവാക്കാനായി സാധിക്കുന്നതും. ധാരാളം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളെ ഒഴിവാക്കാനായി ഈ നിർമ്മാണ രീതി സഹായിക്കുന്നു. തൂണുകൾക്ക് പുറമെ ആവശ്യമായ സ്ഥലങ്ങളിൽ ടണൽ, എംബാങ്ക്മെന്റ് എന്നിവ വഴി പാതയുടെ നിർമ്മാണം നടത്തും. ഈ നിർദ്ദിഷ്ട പദ്ധതിയുടെ നിർമ്മാണ ചിലവിന്റെ 20% സംസ്ഥാനവും 20% കേന്ദ്ര സർക്കാരും 60% അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദീർഘകാല വായ്പ എന്ന തരത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നതാണ് ഈ പദ്ധതി. ഇതിന് സമാന്തരമായി ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള അതിവേഗ റെയിൽപാത, അതായത് 284 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ പാതയ്ക്ക് ട്രാവൻകൂർ ലൈൻ എന്നാണ് പേര് നൽകുന്നത്. ഇതിന്റെ നിർമ്മാണത്തിനൊപ്പം തന്നെ തിരുവനന്തപുരം മെട്രോയുടെ നിർമ്മാണം പൂർത്തിയാക്കി അതും ഇപ്പോൾ നിലനിൽക്കുന്ന കൊച്ചി മെട്രോയെയും ഈ പാതയുമായി ബന്ധിപ്പിക്കാനുള്ള പ്രവർത്തികളും സമാന്തരമായി നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലൂടെ മെട്രോ സ്റ്റേഷനിൽ ഈ പുതിയ റെയിൽപാതയിലേക്ക് ഒരു യാത്രാ പ്രശ്നം എന്നുള്ള ആ ഒരു കടമ്പ മറികടക്കാനും സാധിക്കുന്നു. സാധാരണ മെട്രോ സ്റ്റേഷനിൽ നിന്നും പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് മറ്റൊരു ഗതാഗത സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. ഇത് മറികടക്കാനാവുമെന്നാണ് ഈ ഒരു പാതയുടെ പ്രത്യേകത. ഈ നിർദ്ദിഷ്ട റെയിൽ ശൃംഖലയുടെ 2-ാം ഘട്ട നിർമ്മാണം തൃശൂർ മുതൽ കോഴിക്കോട് വരെയാണ്. ഇതിന് മലബാർ ലൈൻ എന്ന പേരിലാണ് ഈ പാത അറിയപ്പെടുന്നത്. ഈ പാതയുടെ നിർമ്മാണത്തിന് സമാന്തരമായി കോഴിക്കോട് മെട്രോയുടെ നിർമ്മാണം നടത്തുക എന്നതും ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. സംസ്ഥാന സർക്കാർ നേരത്തെ സിൽവർ ലൈൻ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും അത് നടപ്പിലാക്കിയില്ല. അത് കാരണം DPR കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചില്ല എന്നതിനാലാണ് തന്നെ ആ പദ്ധതി ഏതാണ്ട് നിലച്ച മട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന്
അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പദ്ധതിയുമായിട്ട് കേരള സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ കേരയിൽ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതിക്കെതിരെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ തോതിലുള്ള എതിർപ്പുയർന്ന ഒരു സാഹചര്യവും ആ പദ്ധതിക്ക് ഒരു വിനയായിരുന്നു. സിൽവർ ലൈൻ നടപ്പിലാക്കാൻ സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പുതിയൊരു പദ്ധതിയുമായിട്ട് കേരള സർക്കാർ തയ്യാറായിരിക്കുന്നത്. സിൽവർ ലൈനെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റോപ്പുകൾ പുതിയ റെയിൽ പദ്ധതിയിൽ ഉണ്ടായിരിക്കും. പദ്ധതിയെപ്പറ്റി ലഭ്യമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇതെല്ലാം. ഒരു പക്ഷെ DPR പുറത്തു വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. DPR വരുന്നതോടെ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഈ പദ്ധതി തിടുക്കപ്പെട്ടുള്ള പ്രഖ്യാപനമാണെന്ന ഒരു വിമർശനമൊക്കെയും ഉയരുന്നുണ്ട്. സംസ്ഥാന ബജറ്റിന്റെ തലേ ദിവസമാണ് മന്ത്രിസഭ പുതിയ റെയിൽ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. തൊട്ടു പിറ്റേ ദിവസം തന്നെ ബജറ്റ് പ്രഖ്യാപിക്കുകയും അതിൽ ഈ പുതിയ റെയിൽപാതയ്ക്കായിട്ട് ബജറ്റിൽ ഒരു വിഹിതം അനുവദിക്കുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് പറയുന്ന ഈ ശ്രീധരന്റെ ബദൽ ലൈനെ മറികടന്നുകൊണ്ടാണ് ഈ കേരള സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ എത്തിയതെന്നാണ് ഇതിന് വലിയ വിമർശനമായി നിലനിൽക്കുന്നുമുണ്ട്. സിൽവർ ലൈന് പകരമായി ഒരു അതിവേഗ പാത കേന്ദ്ര സർക്കാർ 15 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നായിരുന്നു മെട്രോമാന്റെ ഉറപ്പ് നൽകിയിരുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്ന അതിവേഗ റെയിൽ പാതയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതും ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചതും. ഇതിന് തൊട്ടു പിന്നാലെ RT ലൈൻ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയായിരുന്നു. നിർദ്ദിഷ്ട പദ്ധതിയെ വിമർശിക്കുന്ന നിലപാടാണ് മെട്രോമാൻ ഈ ശ്രീധരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അതിവേഗ റെയിൽവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു സിമ്പിൾ വേസ്റ്റ് എന്നാണ് മെട്രോമാൻ പറഞ്ഞിട്ടുള്ളത് ഈ പദ്ധതിയെ പറ്റി. RRTS കേരളത്തിൽ പ്രായോഗികമല്ല, ചെറുനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. അതിവേഗ യാത്ര എന്ന ഉദ്ദേശം ഈ നിർദ്ദിഷ്ട പാതയിലൂടെ സാധ്യമാകില്ല എന്നും ഈ ശ്രീധരൻ പറയുന്നുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിക്കുള്ളതിനേക്കാൾ സ്റ്റോപ്പുകൾ ഇതിലുണ്ടാവും എന്നത് ചിലവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണമാണ്. ഇതിന്റെ ചിലവിനെ പറ്റി പുറത്തു വന്ന ചില വിവരങ്ങൾ പ്രകാരം 1 കിലോമീറ്റർ RRTS ലൈൻ നിർമ്മിക്കുന്നതിന്റെ ചിലവ് ഏകദേശം 250 കോടി രൂപയാണ്. ഇതൊരു സെമി ഹൈസ്പീഡ് പദ്ധതിയേക്കാൾ കുറഞ്ഞതാണെന്നും അതിനാൽ തന്നെ പ്രായോഗികമല്ല, സാങ്കേതികമായി പിഴവുള്ളതാണ്, പൊതുജനത്തിന്റെ പണം പാഴാകുമെന്നും സർക്കാരിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നെല്ലാം ഈ ശ്രീധരൻ പറയുന്നുണ്ട്. ഈ വേഗപാതയുടെ ചില ന്യൂനതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുണ്ടായി. തിരുവനന്തപുരം ചെങ്ങന്നൂർ വരെയുള്ള പാതയിൽ വരെ മാത്രമാവും പ്രതീക്ഷിക്കുന്ന വേഗം കൈവരിക്കാനാവും. പിന്നീട് വേഗത കുറയ്ക്കേണ്ടതായി വരുമെന്നും ഇതോടെ ഈ പദ്ധതിയുടെ വേഗത എന്ന ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നു എന്നും ഇതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, നടക്കാൻ പോകുന്നില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ഒക്കെ അദ്ദേഹം പറയുണ്ടായി. അതിവേഗ ട്രെയിൻ പദ്ധതിയുമായി സ്വന്തം നിലയിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയുമാണ് ഈ ശ്രീധരൻ. ഇതിനായി അദ്ദേഹം പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായങ്ങൾ തേടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും അറിയേണ്ടത് ഒരു കാര്യമാണ്, നമുക്കൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്, മെട്രോമാന്റെ പദ്ധതിക്കാണോ അതോ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്കാണോ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാൻ പോവുക എന്ന കാര്യമാണ്. ഇതേ സമയം തന്നെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനമാണ് പുതിയ പദ്ധതി എന്ന ആക്ഷേപമൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇത്തരം വിമർശനങ്ങളെയൊക്കെ എങ്ങനെ കൃത്യതയോടെ മറികടക്കുക എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ടാസ്ക് കൂടിയാണ് ഇപ്പോൾ. റെയിലിന് അംഗീകാരം നൽകേണ്ടത് റെയിൽവേ മന്ത്രാലയമാണ്. RRTSനാവട്ടെ നഗരകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയിലാണ് വരുന്നത്. ഈ പദ്ധതിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് മന്ത്രാലയം എടുത്തതെന്നൊക്കെ വാർത്തകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ശ്രീധരന്റെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിക്കുന്നെങ്കിൽ കൂടി അതിലേക്ക് മാറാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാരും പറയുന്നുണ്ട്. RRTS ആണോ അതോ അതിവേഗ റെയിൽ പദ്ധതിയാണോ ഇപ്പോൾ വരാൻ പോകുന്നതെന്നാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇങ്ങനെ പരസ്പര ധാരണയിൽ എത്തുന്നതിലൂടെ മാത്രമാണല്ലോ ഇനി കാര്യങ്ങളൊക്കെ കൃത്യമായ ട്രാക്കിലെത്തൂ. അല്ലെങ്കിൽ സിൽവർ ലൈന് സംഭവിച്ച ഒരു ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. നയപരമായ തീരുമാനങ്ങൾ എത്തരത്തിലെല്ലാം ആയിരിക്കും, പ്രായോഗിക തലത്തിൽ എങ്ങനെയൊക്കെ നടപ്പിലാക്കും എന്നതെല്ലാം അധികം വൈകാതെ തന്നെ വ്യക്തമാവുകയും ചെയ്യും. ഇത്തരം പദ്ധതികൾ വരുന്നതിലൂടെ യാത്രാക്ലേശം, സമയനഷ്ടം എന്നിവയൊക്കെ കുറയ്ക്കുന്നതിനൊപ്പം സംസ്ഥാനത്തിന് വികസനത്തിനും വലിയൊരു കുതിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരം പദ്ധതികളിലൂടെ പരിസ്ഥിതിയെ പരിഗണിച്ചും പ്രായോഗികത മുൻനിർത്തിയും സമയബന്ധിതമായി ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ച തീർച്ചയായും ഇതിലൂടെ വലിയൊരു നേട്ടം തന്നെയാവും കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന് വരാനുണ്ടാകുക എന്ന കാര്യത്തിൽ അതിനൊട്ടും തർക്കമില്ലാത്ത ഒരു കാര്യം കൂടിയാണ്.